ഒരു കഥ ചോദിക്കട്ടെ. നമ്മൾ മരിച്ച വീട്ടിൽ പോകുമ്പോ കാണുന്ന ഒരു കാഴ്ചയുണ്ട്, വല്ലാത്തൊരു കാഴ്ചയാണ്. ഏതെങ്കിലും ഒരു മരിച്ച വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ആദ്യമായിട്ട് കാണുന്ന കാഴ്ച എല്ലാരും ഇങ്ങനെ നമ്മുടെ ഭാര്യ നെഞ്ചത്തടിച്ചിട്ട് കരയുക. ഇപ്പൊ ഞാൻ മരണപ്പെട്ടാൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യ അവളിങ്ങനെ നെഞ്ചത്തടിച്ച് മക്കളെയും പിടിച്ച് അടുത്തിരി സിനാനിനെയും നഹീമിനെയും പിടിച്ച് അടുത്തിരുത്തിരി ഓളിങ്ങനെ കരയാ. ഓള് പറയണ വാക്കെന്തെന്നറിയോ? മരിച്ച വീട്ടിൽ പോകുമ്പോ കേൾക്കാൻ കഴിയുന്ന വലിയൊരു ഉപദേശമുണ്ട്. നമുക്ക് ജീവിതത്തിന്റെ വില മനസ്സിലാക്കാൻ കഴിയും. ഒരു മരിച്ച വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഭർത്താവ് മരിച്ചാൽ ഭാര്യ നെഞ്ചത്തടിച്ചിട്ട് ഇങ്ങനെ വിളിച്ചു പോവാ. എന്താ പറയണെന്നറിയോ? എന്താ പറയണേ? എന്റെ പ്രിയമുള്ളവരെ, ആ ഭാര്യ തന്റെ ഭർത്താവിന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്നിട്ട് പറയാ, പടച്ചോനെ, ഇനി എനിക്ക് ആരാ അല്ലാഹ് ഉള്ളത്? എന്റെ മക്കൾക്ക് ആരാ ഉള്ളത്? മരിച്ച വീട്ടിലിരുന്ന ഭർത്താവിന്റെ മയ്യത്തിന്റെ മുന്നിൽ ഇരുന്നിട്ടൊരു ഭാര്യ കരയുമ്പോഴും അവള് പറയണെന്താ? പടച്ചവനെ, ഇനി എനിക്ക് ആരാ ഉള്ളേ? എന്റെ മക്കൾക്ക് പറഞ്ഞ ചെലവിന് തരാൻ ആരാ പടച്ചവനെ ഉള്ളത്? എങ്കിലും സത്യത്തിൽ ഒരു പെണ്ണ് കരയേണ്ടത് എങ്ങനെ? കാരണം ഇവൾക്ക് വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, പല സംഘടനകളുണ്ട് അവളെ സഹായിക്കാൻ. അവൾ എന്നിട്ട് നെഞ്ചത്തടിച്ചിട്ട് കരയാ, പടച്ചോനെ, എനിക്കാരാ ഉള്ളത്? എന്റെ മക്കൾക്കാരാ ഉള്ളത്? സത്യത്തിൽ ഭാര്യ കരയേണ്ടത് അങ്ങനെയല്ല. പടച്ചവനെ, എന്റെ ഭർത്താവിന് ഇനി ആരാ അല്ലാഹ് ഉള്ളേ? പള്ളിക്കാട്ടിൽ പോകാൻ ആരുമില്ല. നേരെ തിരിച്ചാണ് പറയേണ്ടത്. പടച്ചവനെ, എന്റെ ഭർത്താവ് പള്ളിക്കാട്ടിലേക്ക് 6 അടി മണ്ണിന്റെ അകത്ത് പോകാൻ ആരാ അല്ലാഹ് ഉള്ളേ? എന്റെ ഭർത്താവിനെ സഹായിക്കാൻ ആരാ? പടച്ചവനെ, അല്ലാഹ് നീ സഹായിക്കണേ എന്ന് നെഞ്ചത്തടിച്ച് കരയേണ്ട അവസ്ഥ. അങ്ങനെയാ കരയേണ്ടത്. എന്നാ ആ സമയത്ത് ഭർത്താവ് മരിച്ചടക്കുമ്പോൾ അവള് സ്വന്തം കാര്യമാവും നോക്കുന്നത്. എനിക്ക് എന്റെ മക്കൾക്കും ചെലവിന് തരാൻ ആരും ഇല്ലല്ലോ അല്ലാഹ്. ഇതാ മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് വേണമെങ്കിൽ കയറിയിരിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നും ഒരു 11 മണി വരെയൊക്കെ ഇരിക്കൂലേ? പിരിവില്ല, പേടിക്കണ്ട, ഇരിക്കൂലേ? ഉറക്കൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞ് ഉറക്കെ. അല്ലാഹു നമുക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നും ചിരിക്കൂലേ മനുഷ്യന്മാരെ? എനിക്ക് കോമഡി പറയാൻ അറിയില്ല. ചിരിക്കൂല, പുഞ്ചിരിയും സദക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഒന്ന് പുഞ്ചിരിച്ച്. ഇതെന്തോ കൊലച്ചിരിയാ? നിങ്ങളെല്ലാരും ചിരിക്കും. ഇന്ന് ചിരിക്കാത്തത് മൈക്ക് സെറ്റുകാരൻ മാത്രം. ഓൻ വലിയ ബേജാറില്ല. കാരണം ആ പാവപ്പെട്ടവൻ വലിയ നഷ്ടം. അൽഹംദുലില്ലാഹ്, ഇന്നലത്തെ ആ കത്തിപ്പോയപ്പോ ലക്ഷങ്ങൾ അങ്ങ് കത്തിപ്പോയി ആ പാവപ്പെട്ടവന്റെ. ഇന്നലത്തെ ആ ഒറ്റ കത്തലോടുകൂടി നല്ല അദ്ദേഹത്തിന്റെ ഒരുപാട് അധ്വാനമാണ് ഇന്നലെ ആ കത്തിപ്പോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരൻ അല്ലാഹു എന്തെങ്കിലുമൊക്കെ വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രവാചകൻ മരണത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ പ്രവാചകനോട് സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ, നല്ല മരണത്തിന്റെ അടയാളം എന്താ നബിയെ? മോശമായ മരണത്തിന്റെ അടയാളം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ബഹുമാന്യനായ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു മനുഷ്യനെപ്പോഴാണ് വിജയിക്കുന്നതെന്നറിയോ? ഒരു മനുഷ്യനെപ്പോഴാണ് വിജയിയാകുന്നതെന്നറിയുമോ? അതാ മരണസമയം അല്ലാഹുവേ, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം അതാ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന സമയമുണ്ടല്ലോ. അതാ കാലിന്റെ തള്ളവിരൽ നിന്ന് റൂഹ് പിടിച്ച് അവസാനം നെഞ്ചിന്റെ ഭാഗത്ത് വരെ എല്ലാ മലക്കുകളും കൂടെ കൊണ്ടുവന്ന റൂഹങ്ങ് വെക്കുകയാ. അവസാനം ആ തൊണ്ടക്കുഴിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ജോലിയാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ. അതുവരെ അസ്റായീൽ ഇങ്ങനെ തലയുടെ ഭാഗത്ത് കാത്തു നിൽക്കുകയാണ്. തൊണ്ടക്കുഴിയിൽ നിന്ന് അവസാനം പിടിച്ചങ്ങോട്ടെടുക്കുന്ന ജോലിയാണ് അസ്റായീലിന്. പടച്ചവനെ, ആ തൊണ്ടക്കുഴിയുടെ ഭാഗത്ത് നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ അവസാനമായിട്ട് ജീവിതത്തിൽ അവസാനമത്തെ വാക്കുണ്ടല്ലോ, പടച്ചവനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അവന് രക്ഷപ്പെട്ടു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവന് സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവനാണ് യഥാർത്ഥ വിജയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ പറയുന്ന ദിക്റാണ്. ഈ സദസ്സിലിരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനറിയാം.
ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമ്മൾ ആ ദിക്ർ പറയുമല്ലോ. പടച്ചവനെ, ഏതൊരു മനുഷ്യനും മറക്കാത്ത ദിക്റാണ്. കുടിയനും അറിയാം, പലിശ തിന്നുന്നവനും അറിയാം, വ്യഭിചരിക്കുന്നവനും അറിയാം, നമസ്കരിക്കാത്തവനും അറിയാം, അല്ലാഹുവിനെ മറന്നു നടക്കുന്നവനും ഈ ദിക്ർ പറയാനറിയാം. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും പച്ചവെള്ളം പോലെ കാണാതറിയുന്ന, എല്ലാവർക്കും പച്ചവെള്ളം പോലെ കാണാതറിയുന്ന ഈ ഒരു ദിക്റുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ അവന് സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും ചിന്തിക്കുന്നു, അല്ലാഹ് എന്നെ കൊണ്ടത് പറയാൻ കഴിയും തമ്പുരാന്. കാരണം ഞാൻ നിസ്കരിക്കുന്നവനാണ്, ഞാൻ ഖുർആൻ ഓതുന്നവനാണ്, ഞാൻ സദഖ കൊടുക്കുന്നവനാണ്, ഞാൻ മജ്ലിസുൻ നൂർ ഓതുന്നവനാണ്, ഞാൻ ദിക്റുകൾ പറയുന്നവനാണ്. അല്ലാഹുവേ, എനിക്ക് നിസ്കാര തടമുണ്ട്, ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഉംറ ചെയ്തിട്ടുണ്ട്, ഓർമ്മ വെച്ച കാലം മുതൽ നിസ്കരിക്കുന്നവനാ. എന്റെ വാപ്പ മുസ്ലിമാ, എന്റെ ഉമ്മ മുസ്ലിമാ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വല്ലാത്ത ഉറപ്പുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ഉറപ്പിക്കാൻ വരട്ടെ. പലരും തോറ്റുപോയത് അവിടെയാണ്, പലരും പരാജയപ്പെട്ടു പോയത് അവിടെയാണ്, പല കൊമ്പന്മാരും അല്ലാഹുവേ തകർന്നു പോയത് അവിടെയാ. എന്റെ പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എല്ലാവരെ കൊണ്ടും കഴിയണമെന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും ഉറപ്പുണ്ടായിരുന്നെങ്കിൽ, ആർക്കെങ്കിലും മരണത്തിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം നബി. സ്വന്തം മകനെ അറുത്തു കൊടുക്കാൻ പറഞ്ഞപ്പോ ഒരു കൂസലുമില്ലാതെ തന്റെ പൊന്നാര മകന്റെ കഴുത്തിൽ കത്തിവെച്ച വാപ്പയാണ് ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാപ്പ മകനോട് പറഞ്ഞു, മോനെ, 11 വയസ്സുള്ള പൊന്നുമകനോട് വാപ്പ പറഞ്ഞു, അല്ലാഹു നിന്നെ അറുത്തു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു, എന്താണ് പൊന്നുമോനെ നിന്റെ അഭിപ്രായമെന്ന് ചോദിക്കുമ്പോ വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോടെ ഇസ്മായിൽ എന്ന സ്വാലിഹായ പൊന്നുമോര് വാപ്പയോട് പറഞ്ഞതെന്തെന്നറിയുമോ? സതജിദുനി ഇൻഷാ അല്ലാഹ്. സ്വന്തം മകന് വാപ്പയോട് പറഞ്ഞു കൊടുക്കുകയാ, വാപ്പ അല്ലാഹു പറയുന്നതനുസരിക്കുക വാപ്പ, വിധിയുണ്ടെങ്കിൽ നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് ഇബ്രാഹിം നബിയുടെ കണ്ണ് തള്ളുന്ന രീതിയിൽ മറുപടി പറഞ്ഞു കൊടുത്ത പൊന്നുമോര് ഈ വാപ്പയും മകനും കൂടെ അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഈ പ്രപഞ്ചത്തിന്റെ മധ്യഭാഗത്ത് അല്ലാഹുവിന്റെ അർശന്റെ താഴ്ഭാഗത്ത് പടച്ചറപ്പിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്ത് ആദ്യമായിട്ടൊരു പള്ളി കെട്ടി. വാപ്പയും മകനും കൂടെ അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്ത് ആദ്യമായിട്ടൊരു പള്ളി പണിതു. പരിശുദ്ധ കഅബാലയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹു കാണാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു കാണാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ആ പരിശുദ്ധമായ കഅബാലയം അതാ ഇബ്രാഹിം നബിയും തന്റെ പൊന്നുമകനും കൂടെ പണിയുകയാ. അവസാനം ആ കഅബാലയത്തിന്റെ പണിയങ്ങ് തീർന്നു കഴിയുമ്പോ ഇബ്രാഹിം നബി തന്റെ പൊന്നുമോനെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് തന്റെ ഇരുകരങ്ങൾ പടച്ചുറപ്പിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ദുആ ചെയ്തത് എന്തെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കുക, ദുആ കാണാ. അല്ലാഹുവിനോട് പറയുന്നു, നാഥാ റബ്ബനാ തഖബ്ബൽ മിന്നാ. ഇബ്രാഹിം നബി പടച്ചുറപ്പിന്റെ ദർബാറിലേക്ക് കഅബാലയത്തിന്റെ മുറ്റത്തിരുന്ന് കൊണ്ട് പടച്ചുറപ്പിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്ത് ആദ്യമായിട്ട് പള്ളി എന്ന് പറയുന്ന ഒരു ഭവനം പണിതിട്ട് ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, നാഥാ ഈ സൽക്കർമ്മത്തിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്.
എന്നിട്ട് ഇബ്രാഹിം നബി അള്ളാഹുവോട് ചോദിച്ചതെന്തെന്നറിയോ? അല്ലാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എനിക്ക് ഭാഗ്യം തരണേ അല്ലാ. ദുആ ചെയ്തത് ഇബ്രാഹിം നബിയാ. അല്ലാഹുവിന്റെ ഖലീലാണ്, അല്ലാഹുവിന്റെ ഖലീലാണ്. അവിടുന്ന് ദുആ ചെയ്യുന്നു, റബ്ബേ ഈമാനോടുകൂടിയുള്ള ഒരു മരണം എനിക്ക് തരണേ അല്ലാ. ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു വാപ്പാ, ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു വാപ്പാ. അല്ലാഹുവിന്റെ ഖുർആൻ മറ്റൊരു ഭാഗം എടുത്തു നോക്ക്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബിയുടെ പൊന്നാര മകനായ യൂസുഫ് ഉണ്ടല്ലോ, ഈജിപ്തിന്റെ ഭരണാധികാരം തന്റെ കൈക്കുമ്പിലേക്ക് കിട്ടുമ്പോ അവസാനം തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറിയിരിക്കുന്നതിന് മുമ്പ് യൂസുഫ് നബി രണ്ട് കരങ്ങളും ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ചോദിച്ചതെന്തെന്നറിയുമോ? റബ്ബിഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅവീലിൽ ഹദീസ് ഫാത്തിറ السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما. യൂസുഫ് നബി അല്ലാഹുവോട് പറയുന്നു, നാഥാ, സഹോദരങ്ങൾ കൊല്ലുന്നതിന് വേണ്ടി പൊട്ടക്കിണറ്റിൽ കൊണ്ട് വലിച്ചെറിഞ്ഞ എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി പടച്ചവനെ അടിമയായിരുന്ന എനിക്ക് സ്വപ്നവ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു തന്നു. എനിക്ക് ഈജിപ്തിന്റെ അധികാരം തന്നുറപ്പേ. ഇതെല്ലാം നിന്റെ ഔദാര്യമാണല്ലോ. പക്ഷേ യൂസുഫിന്റെ ഏറ്റവും വലിയ അഭിലാഷം എന്തെന്നറിയുവോ? യൂസുഫിന്റെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുവോ? ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്നറിയുവോ? തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ. പടച്ചവനെ ഈ ലോകത്ത് നിന്ന് പിരിയുമ്പോ മലക്കുൽ മൗത്ത് കടന്നു വന്ന റൂഹ് പിടിച്ചെന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ അവസാനമായി എന്റെ നാവ് പൊക്കിയിട്ട്, അവസാനമായിട്ട് എന്റെ നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കണമെന്ന് വല്ലാത്ത മോഹമല്ലാ. എനിക്കതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. യൂസുഫ് നബി ദുആ ചെയ്തതെങ്ങനെയാ? യൂസുഫ് നബി ദുആ ചെയ്തതെങ്ങനെയാ? എന്തിനു പറയണം? മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ പടച്ചവനെ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ആയിഷ ബീബി ചിന്തിച്ച്, എന്താണ് റബ്ബേ ലോകത്തിന്റെ നേതാവ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് എന്താ? എന്താണ് സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നത്? അടുത്ത് ചെന്ന് നോക്കുമ്പോ യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹ്, ഹൃദയങ്ങളെ മാറ്റിക്കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ ഈമാനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ആയിഷ ബീവി ചോദിച്ചു പോയി, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഉറപ്പില്ലേ നബിയേ, ഉറപ്പില്ലേ നബിയേ? മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാൻ കഴിയുമെന്ന് ഉറപ്പില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ, അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ അത് നാവ് പൊക്കിയിട്ട് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പടച്ചവനെ അതാ ഒരു നൂലിൽ കെട്ടിയിരിക്കുന്ന പട്ടം പോലെയാണ്
ഒരു മുസ്ലിമിന്റെ ഹൃദയം കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും അത് പറക്കുമല്ലോ. അതുകൊണ്ട് പലരും പരാജയപ്പെട്ടു പോയത് എവിടെയാ? പടച്ചവരെ, ജീവിച്ചിരുന്ന കാലം മുഴുവനും മുസ്ലിമായി ജീവിച്ചു, ജീവിച്ചിരുന്ന കാലം മുഴുവനും മുസ്ലിമായി ജീവിച്ചു. അവസാനം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് കാഫിറിനെ പോലെ മരിച്ചുപോയ എത്രയോ പേരുടെ ചരിത്രം അല്ലാഹുവേ ഹദീസിന്റെ കിതാബിൽ കാണോ. ചെയ്തവരും ചെയ്തവരും നിസ്കാര തടമ്പുള്ളവര് അവസാനം കാഫിറായി ചത്തുപോയ എത്രയോ പേരുടെ കഥ നമുക്കറിയാമല്ലോ. എങ്കിൽ അല്ലാഹുവേ, പടച്ചവനെ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ജീവിതകാലം മുഴുവനും കാഫിറായി ജീവിച്ചിട്ട് അവസാനം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് മരണം മനോഹരമാക്കി എത്രയോ പേരുടെ ചരിത്രം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാമെന്ന് ഉറപ്പിക്കല്ലേ. അത് പടച്ചവന് കരുണ ചെയ്തവർക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മൾ വിചാരിക്കേണ്ടത് ഉസ്താദെ താടിയുണ്ട്, തഴമ്പുണ്ട്, പ്രവാചകന, ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഇമാമാണ്, ഇതൊക്കെ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ മരണസമയത്ത് ഒരുത്തരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയണമെങ്കിൽ അവൻ അള്ളാന്റെ കരുണ ഉണ്ടെങ്കിൽ മാത്രമേ നാവ് പൊങ്ങത്തുള്ളെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇബ്രാഹിം നബി ദുആ വായിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം നബിയുടെ ചരിത്രം വായിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, ഇതുപോലെ പടച്ച റബ്ബിനെ സ്നേഹിച്ചൊരു നബിയില്ല. എന്തൊക്കെ പരീക്ഷണം കൊടുത്തു അല്ലാഹ്, എല്ലായിടത്തും ജയിച്ചു. എല്ലാ സ്ഥലങ്ങളിലും വിജയിച്ച പ്രവാചകന അള്ളാഹുവിന്റെ ഖലീല ഇബ്രാഹിം നബി. ഒരു പള്ളി കെട്ടിയിട്ട് വാപ്പയും മകനും അള്ളാഹിനോട് ദുആ ചെയ്യാ. ഏത് വാപ്പ? മോനെ അറുത്തു കൊടുക്കാൻ പറഞ്ഞപ്പോ ഒരു മടിയില്ല, പിടിച്ച് കഴുത്തി കത്തി വെച്ച് കളഞ്ഞു. ആരാ ആമീൻ പറഞ്ഞത്? മോനെ നിന്നെ അറുക്കാൻ അല്ല പറഞ്ഞിരിക്കണ. കളിച്ചോണ്ടിരിക്കുന്ന മോനോട് ചോദിക്കുക, വാപ്പ അല്ല അറുക്കാൻ പറഞ്ഞിരിക്കുന്ന എന്താ മോനെ അഭിപ്രായം? വാപ്പ അല്ല പറഞ്ഞത് കേൾക്കുക, നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. അതാ മക്കള്. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിന്റെ ഒരു ആമീൻ മതി നിന്റെ മക്കള് രക്ഷപ്പെടാൻ. അള്ളാഹു നമുക്ക് സാലിഹായ മക്കളെ തരുമാറാകട്ടെ. നമ്മുടെ മക്കളുടെ നാശത്തിന്റെ കാരണം നമ്മൾ തന്നെയാണ്. ഞാൻ അത്തിപ്പറ്റ ഉസ്താദിനെ കാണാൻ പോയിരിക്കെ, അപ്പൊ ഒരു ഉസ്താദ് ഒരു മകനെയും കൊണ്ടുവന്നു. ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഒരു ഉസ്താദ് ഒരു മകനെയും കൊണ്ടുവന്നിട്ട് അത്തിപ്പറ്റ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ ഭയങ്കര കുരുത്തക്കേടാ, നിങ്ങളൊന്ന് ദുആ ചെയ്യേ. ഭയങ്കര കുരുത്തക്കേടാ, വന്ന് ദുആ ചെയ്യാൻ. ഉസ്താദ് പറഞ്ഞ മറുപടി എന്താണെന്നറിയാം? വല്ലാത്ത അത്ഭുതമുള്ള മറുപടി. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. ഒരുപാട് കാലം അള്ളാഹുവെ നീ ദീർഘായുസോടെ കാണാൻ ഭാഗ്യം തരണേ പടച്ചവനെ. ഉസ്താദിനോട് എന്റെ മകൻ ഭയങ്കര കുരുത്തക്കേടാ, ഒന്ന് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾ ഇവന്റെ വാപ്പയാ, നിങ്ങൾ ഇവന്റെ വാപ്പയാ. നിങ്ങൾ ഇത് പറയുന്ന സമയത്തെങ്ങാനും മലക്കുകൾ ആമീൻ എന്ന് പറഞ്ഞാ പിന്നെ നിങ്ങളുടെ മക്കള് തലതിരിഞ്ഞു പോകും. അങ്ങനെ പോലും പറയാൻ പാടില്ല. മക്കളെ കുറിച്ച് നമ്മളെങ്ങനെ വൃത്തം കെട്ടവൻ എന്തെല്ലാം നമ്മൾ പറയും. അങ്ങനെ പോലും പറയാൻ പാടില്ല. കാരണം മാതാപിതാക്കളുടെ ദുആ അത് വല്ലാത്തതാ. നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഈ രണ്ടുപേരും കൂടെ അള്ളാഹിനോട് ദുആ ചെയ്യാ, പടച്ചോനെ മരിക്കുമ്പോ ഈമാനോട് കൂടിയുള്ള ഒരു മരണം തരണേ അല്ലാ. യൂസുഫ് നബി ദുആ ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ദുആ ചെയ്തത് അങ്ങനെയാ. അപ്പൊ ഉറപ്പ് ആർക്കും വേണ്ടെന്നാ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവനറിയാത്ത ദിക്റല്ല, പച്ചവെള്ളം പോലെ അറിയുന്ന ദിക്റാണെങ്കിലും മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യനോട് പറഞ്ഞു കൊടുക്കണം. ആരാ പറഞ്ഞു കൊടുക്കേണ്ടത്? ആരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ആ മനുഷ്യനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവര് വേണം പറഞ്ഞു കൊടുക്കാൻ. കാരണം എന്റെ പ്രിയമുള്ളവര്, വാപ്പായിക്ക് ഇഷ്ടമില്ലാത്ത മകനല്ല
പ്രാവശ്യമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കേണ്ടത്. മരിക്കാൻ കിടക്കുന്ന ഉമ്മയെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അത് മക്കളാകാ, കൂടപ്പറപ്പാകാ, കൂട്ടുകാരാകാ, വാപ്പ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് ശഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം എന്തെന്നറിയുവോ? ശപിക്കപ്പെട്ട ശൈത്താനതാ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് കടന്നു വരികയാ. അവന്റെ രൂപത്തിലല്ല കടന്നു വരുന്നത്. മരിച്ചുപോയ നിന്റെ വാപ്പയുണ്ടല്ലോ, മരിച്ചുപോയ നിന്റെ ഉമ്മയുണ്ടല്ലോ, നീ ഇഷ്ടപ്പെട്ടവരുടെ രൂപത്തിൽ കയ്യിൽ വെള്ളവും പിടിച്ചുകൊണ്ട് ശപിക്കപ്പെട്ടവൻ ഇടതുഭാഗത്തേക്ക് കടന്നു വരികയാ. മോനെ, വാപ്പയാ പറയുന്നത് പറയില്ലേ, ഉമ്മയാ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയില്ലേ, മോനെ കുടിക്കാ വെള്ളം തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവനും ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തിലാ പിഴപ്പിക്കാൻ കടന്നു വരുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് ചിലരോട് എത്ര പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ, എത്ര പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ ചിലർക്ക് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? ഒന്നാമത്തെ വിഭാഗമാരാ? നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഇന്നലെ നമ്മൾ നിർത്തിയത് എവിടെയാണ്? നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവര് നിനക്കും മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ കഴിയൂല. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ മലക്കുൽ മൗത്തിനോട് ചോദിക്കുന്നു, മലക്കുൽ മൗത്ത്, അല്ലാഹുവേ, നീ എന്ത് രൂപത്തിലാ കടന്നു വരുന്നത്? ആരോടെങ്കിലും നീ കരുണ കാണിക്കുമോ? ആരോടെങ്കിലും നീ സ്നേഹം കാണിക്കുമോ? ആരോടെങ്കിലും നീ പരിഗണന കാണിക്കുമോ? എന്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത് ശഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുന്ന വിഭാഗമാരാ? ആർക്കാണ് മലക്കുൽ മൗത്ത് ശഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുന്നത്? സക്കറാത്തിന്റെ അവസ്ഥയിൽ റൂഹ് പിടിക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്ന പല ബാപ്പമാരുടെയും തലയുടെ ഭാഗത്ത് നിന്നിട്ട് നിന്റെ റൂഹ് പിടിക്കുന്ന മലക്ക് നിന്നോട് പറയും, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മറക്കപ്പുറം ഇരിക്കുന്ന പെങ്ങള്, നിങ്ങളുടെ കൂട്ടത്തില് പല ഉമ്മമാരും മരിക്കുന്ന സമയത്ത് അതാ സിറായില് ചാരത്ത് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, പറ പെങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവൻ പറയുന്നത് കേൾക്കല്ലേ, ഇവന് ശപിക്കപ്പെട്ട ശൈത്താനാ. ഞാൻ നിന്റെ ആത്മാർത്ഥ സുഹൃത്താ, ഞാൻ നിന്റെ ആത്മാർത്ഥ സുഹൃത്താ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു പറഞ്ഞു മലക്കുൽ മൗത്ത് ശഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുന്ന വിഭാഗം ആരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാണണോടാ പൊന്നുമോന്, അസ്റായിലിനെ നിനക്ക് കാണണോ? നിന്റെ റൂഹ് പിടിക്കുന്ന മലക്കിനെ നിനക്ക് കാണണോ? അത് മരണസമയത്തല്ലടാ ചെറുപ്പക്കാരാ. എന്റെ പൊന്നുമോനെ, നിനക്ക് മലക്കുൽ മൗത്തിനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് വഅദകടിന് തൗബ ചെയ്ത് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് ചെന്ന് ഭക്ഷണം പങ്കടിച്ച് വീടിന്റെ അകത്ത് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ ഇവിടത്തെ പള്ളിക്കട മിനാരത്തിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനന്നൗം, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുമ്പോ അല്ലാഹു നിനക്ക് ആയുസ് നീട്ടി തന്ന എഴുതേക്കാനുള്ള ഭാഗ്യം അല്ലാഹു നിനക്ക് നൽകിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എഴുന്നേക്കടാ പൊന്നുമോര്. എന്നിട്ടതാ അതാ ഒരുങ്ങുകയാണ്. അവിടെ നിന്ന് പൊതുപെടുത്തുകൊണ്ട് പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ പോവുകയാ. പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ പോവുകയാ. പള്ളിയുടെ വെളിയിൽ ചെന്ന് കാലൊക്കെ കഴുകി എന്നിട്ട് പള്ളിയുടെ കവാടത്തിലൂടെ അകത്തേക്ക് കിടക്കുമ്പോ ഒന്ന് കണ്ണ് തുറന്നു നോക്കുവാപ്പാ, ഒന്ന് കണ്ണ് തുറന്നു നോക്ക് ചെറുപ്പക്കാരാ.
അല്ലാഹുവിന്റെ പള്ളിയുടെ കവാടത്തിന്റെ മുന്നില് ചിരിക്കുന്ന മുഖത്തോടെ നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിങ്ങനെ കാത്തു നിൽക്കുകയാണ്. 5 വഖത്ത് നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കിടക്കുന്ന മനുഷ്യര് മലക്കുൽ മൗത്ത് കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാ. നിന്നെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാ. എന്നിട്ട് പറയുന്നു, ഇതൊന്ന് നിലനിർത്തടാ ചെറുപ്പക്കാരാ, ഇതൊന്ന് നിലനിർത്തടാ പൊന്നുമോനെ. ഈ നമസ്കാരം നിലനിർത്തിയ ഈ ജീവിക്കുന്ന മുഖത്തോടെ നിന്റെ മരണസമയത്ത് തന്നെ കാണാമടാ. അല്ലാഹുവേ, ഓരോ മനുഷ്യരോടും പള്ളിയുടെ കവാടത്തിൽ വെച്ച് മലക്കുൽ മൗത്ത് പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നമസ്കരിക്കുന്ന നിന്റെ മുന്നിൽ വന്നിട്ട് മലക്കുൽ മൗത്ത് പറഞ്ഞു തരുന്നുണ്ട്. നമസ്കരിക്കാതെ പള്ളിയിലേക്ക് പ്രായമുള്ള വാപ്പമാര് വരെ വേച്ച് നടന്നു പോകുന്ന കാഴ്ച കണ്ടിട്ട് പോലും പള്ളിയിൽ കയറാൻ മടിക്കുന്ന ചെറുപ്പക്കാരാ, നിന്നോട് പറയും, ഇരുന്നോടാ, അള്ളാനെ മറന്നുകൊണ്ടിരുന്നു. പടച്ചുറപ്പിന്റെ വിളിക്കുത്തരം നൽകാതെ നീ ഇവിടെ ഇരുന്നു. ഒരു ദിവസം എന്നെ കാണേണ്ടി വരുമടാ. അന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് മൃഗങ്ങൾ വിളിക്കുന്നത് പോലെ കിടന്ന് വിളിച്ചു. വെള്ളം കിട്ടാതെ കിടന്ന കിടപ്പിൽ കിടന്ന് നിനക്ക് ചാകേണ്ടി വരുമടോ. അല്ലാഹുവേ, പറയും ചെറുപ്പക്കാരോ, വീട്ടിലെ ടിവിയുടെ മുന്നിലിരുന്ന് സീരിയൽ കണ്ട് ആസ്വദിക്കുന്ന പെങ്ങള്, നിന്റെ വീട്ടിലെ പ്രായമുള്ള ഉമ്മമാര് പടച്ചവനെ അവരുടെ റൂമിന്റെ അകത്തിരുന്ന് നമസ്കരിക്കുമ്പോ ഒന്ന് സൗണ്ട് പോലും കുറയ്ക്കാൻ മനസ്സില്ലാതെ കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ട് വീടിന്റെ അകത്തിരുന്ന് സീരിയൽ കാണുന്ന ഉമ്മ, പൊന്നു പെങ്ങള്, സ്വന്തം മക്കളെ പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് വീടിന്റെ അകത്ത് കാലിന്റെ മുകളിൽ കാലും കയറ്റിയിരിക്കുന്ന വാപ്പാ, നിന്റെ മുന്നിലും അസുറായിൽ വന്നിട്ട് ഇത് തന്നെയാ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ 5 നേരം പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ജമാഅത്തായി നിസ്കരിക്കുന്നവനുണ്ടല്ലോ, നമസ്കാരം കളയാക്കാതെ നിസ്കരിക്കുന്നവരുണ്ടല്ലോ, അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ മലക്കുൽ മൗത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഒന്നാമത്തെ വിഭാഗമാരാ, പടച്ചവനെ മരണം മോശമാകുന്ന ഒന്നാമത്തെ വിഭാഗം നിസ്കരിക്കാത്തവനല്ല, നിസ്കാരത്തിൽ അലസത കാണിക്കുന്നവനോ, നിസ്കാരം അല്ലാഹുവിനെ കളിയാക്കുന്ന രീതിയിൽ നിസ്കരിക്കുന്നവനോ. രണ്ടാമത്തെ വിഭാഗമാരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത, ആര് പറഞ്ഞു കൊടുത്താലും നാവ് പൊങ്ങാത്ത രണ്ടാമത്തെ വിഭാഗമാരാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ചെറുപ്പക്കാരാ, പ്രവാചകൻ അവിടെന്ന് പറയുന്നു, രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയുവോ? രണ്ടാമത്തെ വിഭാഗം ഏതാ? അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ വിഭാഗം നിസ്കാരത്തിൽ അലസത കാണിക്കുന്നവന് നല്ല മരണം കിട്ടൂല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.